ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു our next strong super contestant Tina Tinu to face her personality round. ടീനയോടുള്ള എൻ്റെ ഒരു സ്പെഷ്യൽ ചോദ്യം. വാട്ട് ഡിഡ് യു ലേൺ ഫ്രം വനിതാരത്നം 5? വനിതാരത്നം 5-ൽ വന്നതിന് ശേഷം ടീന എന്ത് പഠിച്ചു, ടീനയിൽ എന്ത് മാറ്റമുണ്ടായി എന്നുള്ളത് ടീനയുടെ അഭിപ്രായത്തിൽ. ഞാൻ എങ്ങനെയായിരുന്നു ഓഡിഷന് വന്നത്, ഞാൻ എങ്ങനെയാണോ ഇന്ന് നിൽക്കുന്നത്, ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ്. കാരണം ഓഡിഷന് വരുമ്പോൾ എനിക്ക് ശബ്ദം പോലും വന്നിരുന്നില്ല, ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വന്നിരുന്നില്ല. സാറിന് നല്ല ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു സർ. കാരണം എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, കാരണം അണ്ടർ എസ്റ്റിമേഷൻ. അതെൻ്റെ ഒരു പ്രോബ്ലമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് സാറായിരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ ഈ മാറ്റത്തിന് കാരണം. കാരണം ഞാൻ എന്നെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് സംസാരം വരുന്നില്ല, ഞാൻ സ്ട്രെസ്ഡ് ആവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നു. പക്ഷേ എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റി ഈ വനിതാരത്നത്തിൽ വന്നതിന് ശേഷം എന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു സർ. ഹായ് ടീന. മാം, ടീന, നമ്മളൊക്കെ വി ഓൾ മേക്ക് മിസ്റ്റേക്സ് ഇൻ ലൈഫ് അല്ലേ? തെറ്റുകൾ ചെയ്യാറുണ്ട്, കുഞ്ഞു കുഞ്ഞു തെറ്റാവാം, വലിയ തെറ്റാവാം. അങ്ങനെ മിസ്റ്റേക്സ് നമ്മൾ ചെയ്തു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വാട്ട് ഡു യു ഡു ടു ടാക്കിൾ ഇറ്റ് ഓർ ടു ഓവർകം ഇറ്റ്? എന്താ ചെയ്യുക? ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അതിലെല്ലാം വന്നു, പ്രായശ്ചിത്തം വന്നു. ഇനി അതൊരു ആവർത്തിക്കാതിരിക്കാൻ അതൊരു പാഠവുമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക്. ഇപ്പോൾ ഞാനൊരു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് എനിക്കത് തെറ്റാന്ന് അറിയാമെങ്കിലും ഞാനത് പിടിച്ചു നിന്നിട്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ എന്താണോ ഞാൻ അങ്ങനെയാണ്. കാരണം എനിക്കൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഞാനത് ഓക്കെ, എനിക്കത് തെറ്റാണെന്ന് മനസ്സിലാക്കി then I tackle ചെയ്യും. മീൻസ് you correct it, you try not to do it, not to repeat it. Good. ഭാര്യ ഭർത്താവ് 50-50 എന്ന് പറയുന്നു. ഒരു കൂട്ടർ പറയുന്നത് 49-51 എന്ന് പറയും. അതെന്താണ്? അതിനെക്കുറിച്ച് എന്താണ് ടീനയുടെ അഭിപ്രായം? 50-50 എന്നുള്ള ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഒരാളെ മേലെ നിർത്തി ഒരാൾ താഴ്ത്തി നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ സ്നേഹം ഉണ്ടാകുന്നില്ല, ഒരു തരം അഡ്ജസ്റ്റ്മെൻ്റാണ് ഉണ്ടാകുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു 50-50 ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതുപോലെ ആൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. ആ ഒരു ലെവലിൽ ജീവിതം കൊണ്ടുപോകുന്നതിലേ അർത്ഥമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ്റെ റൂട്ട് ഇതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ചുറ്റും, വളരെ സുന്ദരം, നന്നായിരിക്കുന്നു, മനോഹരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ടീന ഇതുവരെയുള്ള ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായൊരു കാര്യം എന്താണ്? ഞാൻ തീരെ അഡ്വഞ്ചർ ആയിരുന്നില്ല സാർ, തീരെ ഒരു കാര്യത്തിലും ഞാൻ നോക്കിയിരുന്നില്ല. പക്ഷേ ഇവിടെ ഈ വനിതാരത്നത്തിൽ വന്നതിന് ശേഷം ഞാനൊരു സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്തു. വലിയ കാര്യം എന്ന് ഞാൻ പറയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അതിലും അപ്പുറം അതിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഒരു ചെറിയ ടൈം ലിമിറ്റിലാണ് ഞാനത് ചെയ്ത് പഠിച്ച്. സാറിനറിയാം, കണ്ടിട്ടുണ്ടാവും എല്ലാവരും. തീർച്ചയായിട്ടും ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പെർഫോമൻസ് ആകണമെന്നില്ല. അല്ല സാർ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇത് ഞാൻ പഠിച്ചതോ ഞാൻ ഇതിൻ്റെ പിന്നിലെടുത്ത എഫേർട്ടോ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇത് ടി വിയിൽ വന്ന സമയത്ത് എൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും കണ്ണ് നിറയണത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ദാറ്റ് ഈസ് ദ എന്താ പറയുക, അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സാർ. ഞാൻ അത്രയും ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നല്ലത് കേട്ടിട്ട് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും കണ്ണ് നിറയാന്ന് പറയുന്ന സംഭവം ജീവിതത്തിൽ നമുക്കത് അനുഭവിച്ചാലേ അറിയുള്ളൂ സാർ. അത് ഞാൻ അന്ന് അവിടെ അനുഭവിച്ചു. നമ്മളുടെ മൂന്നാമത്തെ ഈ ഫൈനൽ റൗണ്ടും ഇവിടെ അവസാനിക്കാൻ സമയമായി. ഒരു കണ്ടസ്റ്റന്റ് മാത്രമേ ബാക്കിയുള്ളൂ, ആൻഡ് ദാറ്റ് ഓഫ് കോഴ്സ് ഈസ് ധന്യ സുരേഷ്. ധന്യ, വളരെ പ്രശസ്തരായ വ്യക്തികളുടെ അവരുപയോഗിച്ച വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുപയോഗിച്ച എന്തെങ്കിലും സാധന സാമഗ്രികളൊക്കെ നമ്മളൊരു പൊതുവായിട്ട് ലേലത്തിന് വെക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അമൃത ടി വി തീരുമാനിച്ചിരിക്കുന്ന വനിതാരത്നത്തിൽ ഇതിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റൻറ്റ് ധന്യയെ ലേലത്തിൽ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം നമ്മൾ അതിനു മുമ്പ് ധന്യയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഏകദേശം എന്ത് വിലയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം? 1 തരം 2 തരം 3 തരം എന്ന് പറഞ്ഞിട്ട് 10 രൂപയ്ക്ക് വല്ലതും ഈ കച്ചവടമായി പോയാൽ ശരിയാകത്തില്ല. അങ്ങനെയാണെങ്കിൽ ധന്യ ലേലത്തിൽ ധന്യക്കിടുന്ന വില എന്താണ്? ഒന്നാമത്തെ കാര്യം, ഞാൻ എന്നെ ലേലത്തിൽ വെക്കില്ല.
അത് എന്നെ ലേലത്തിൽ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊന്നാമത്തെ കാര്യം. കാരണം ഞാൻ എന്നുള്ളത് ഞാനാണ്. അതിപ്പോൾ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കാരണവശാൽ മറ്റൊരാൾക്ക് എന്നെ വിറ്റുകൊടുക്കാൻ, ഒരു പൈസയ്ക്ക് എന്നെ എത്ര പൈസ തന്നാൽ ഞാൻ എന്നെ തരാം, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തെ തരാം എന്ന് പറയുന്ന ഒരു ഉടമ്പടിക്ക് ഞാൻ തയ്യാറാവില്ല. ഓക്കെ, തന്നെ ഇപ്പോൾ വനിതാരത്നത്തിൻ്റെ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റേജിൽ, ഈ ഒരു സിറ്റുവേഷനിൽ ധന്യയ്ക്ക് ലീസ്റ്റ് ലൈക്ഡ് ആൻഡ് മോസ്റ്റ് ലൈക്ഡ് ഫീച്ചർ ഇൻ യു? എനിക്ക് കഴിയില്ല എന്ന്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യില്ല, എനിക്കത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ കരുതിയിരുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ പഠിച്ചു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ പറയുക, വേണ്ടാന്ന് വെച്ചിട്ട് പോലും ചില സമയത്ത് അനാവശ്യമായിട്ട് ടെൻഷൻ കയറി വന്ന് തുടങ്ങി. ഈ ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ എനിക്കത് ഇഷ്ടമല്ല, പക്ഷെ അത് വന്നു കയറുക. ബിക്കോസ് നമ്മളോട് ഇഷ്ടപ്പെടുന്ന പലരും നമ്മളെക്കാൾ നന്നായി ചെയ്യുമോ എന്നുള്ള പേടിയാണത്. അതെനിക്കിഷ്ടമല്ല അങ്ങനെ വരുന്നത്. ടെൻഷനെല്ലാം കുറയട്ടെ ധന്യ. ഓൾ ദ ബെസ്റ്റ്. അടുത്തൊരു ഹാഫ് ആൻ അവറിൽ ആ ടെൻഷനൊക്കെ പൊക്കോളൂ. മുരളി ചേട്ടാ, വിവാഹമോചനം അത് ആവശ്യമാണോ? എങ്ങനെയാണ് ഒരു വിവാഹമോചനത്തെ ഭാര്യ ഭർത്താക്കന്മാർ ഫേസ് ചെയ്യേണ്ടത്? അതായത് സഹിച്ചുകൊണ്ട് ജീവിക്കണോ എന്നൊക്കെയാണ് എൻ്റെ ചോദ്യം. ഒരു വൺ വേ ഒപ്പീനിയൻ നൽകാൻ ബുദ്ധിമുട്ടാണ്. കാരണം വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ, രണ്ട് കുടുംബങ്ങൾ കൂടി ചേർന്ന് നമ്മൾ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകൾ ഉണർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സംഭവമാണ്. നമ്മൾ ജീവിതം നന്നാവും, നമ്മുടെ കുടുംബം നന്നാവും, നമുക്ക് നല്ല ജീവിതം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷെ പലപ്പോഴും പല കാരണങ്ങളാലും, അത് ജെനുവിൻ റീസൺസ് ആണെങ്കിൽ, അത് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഇൻ ദ സെൻസ് വെറുതെ ഒരു എൻ്റെ ഈഗോയെ ഹേർട്ട് ചെയ്യല്ല, നമ്മൾ ശാരീരികമായോ അല്ലെങ്കിൽ നമ്മുടെ അത്രയും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന, നമ്മുടെ കുടുംബാംഗങ്ങളെ അത്രയും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻസ്, അല്ല സീരീസ് ഓഫ് ഇൻസിഡൻസ്, ലൈക്ക് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളത് പല രീതിയിൽ നമ്മൾ ശ്രമിച്ചു നോക്കി, നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല, നമ്മൾ നന്നാക്കുന്ന വഴിയിലൂടെ പോകാൻ തയ്യാറല്ല, അങ്ങനെ ഒരു രീതിയിലാണ്, അങ്ങനെ ഒരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ വിവാഹമോചനത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സ്വാതന്ത്ര്യമാണ്. നല്ലവണ്ണം ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യം. അതെനിക്കും ഉണ്ട്, എൻ്റെ ഭർത്താവിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഭർത്താവിനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ദ്രോഹം, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ദ്രോഹം വന്നാൽ, നന്നാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് വിവാഹമോചനത്തിലൂടെ പോകാം. ധന്യ, പണ്ട് സ്ത്രീകൾ അടുക്കളയിലിരുന്നുകൊണ്ട് ഉമ്മറത്ത് വരുന്നവരുടെ അടുത്ത് എന്തോ എന്ന് പറയുന്ന ഒരു കാലഘട്ടം തൊട്ട് ഇന്ന് വനിതാരത്നത്തിൻ്റെ സ്റ്റേജിൽ വരുന്നത് വരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് പണ്ടത്തെ കാല സ്ത്രീകൾക്കും ഇന്നത്തെ കാല സ്ത്രീകൾക്കും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ നല്ലതാണോ ചീത്തയാണോ, ഏതാണ് അത്, നല്ലതാണെങ്കിലും ചീത്തയാണെന്നുണ്ടെങ്കിലും ഒരു ഈച്ച് 2 പോയിന്റ് വീതം എനിക്കൊന്ന് പറഞ്ഞു തരണം. നല്ല മാറ്റം ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ വനിതാരത്നം എന്നുള്ള ഷോൻ്റെ മാത്രമല്ല, എല്ലാ കാര്യത്തിലും സ്വയം തിളങ്ങാൻ, അല്ലെങ്കിൽ എന്നെ തന്നെ, എൻ്റെ കഴിവിനെ പ്രദർശിപ്പിക്കാൻ, എൻ്റെ അംഗീകാരം, എനിക്ക് കിട്ടേണ്ട അംഗീകാരം നേടിയെടുക്കാൻ സ്ത്രീകൾ പഠിച്ചു എന്നുള്ളതാണ് അതിലെ ഒരു മാറ്റങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ദൂഷ്യവശം മൂല്യച്യുതിയാണ്. ലൈക്ക് ഒരു പെൺകുട്ടികളെന്നല്ല, ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം മാത്രം എടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, പലപ്പോഴും പലയിടത്തും ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാതെയാണോ ജീവിച്ചു പോകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു അടുപ്പം ഉണ്ടെങ്കിലും ഒരു അകൽച്ച, അതിനൊരു പക്ഷേ ഈ മാറ്റങ്ങൾ എനിക്ക് അവരെക്കാളും മുമ്പിലെത്തണം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരെക്കാളും, എൻ്റെ ഭർത്താവിനേക്കാളും, എൻ്റെ ചേച്ചിയേക്കാളും, എൻ്റെ അയൽവക്കത്തുള്ളവരെക്കാളും എനിക്ക് വളർന്നു നിൽക്കണം എന്നുള്ളൊരു ത്വരയുണ്ടല്ലോ, ആ ത്വര നമ്മളെ വല്ലാതെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്, എല്ലാവരെയും മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവ് സൈഡും ഉണ്ട്. ഐ ക്യാൻ വിൻ, ഐ ക്യാൻ പ്രൂവ് മൈസെൽഫ്, പ്ലസ് സംടൈംസ് ഐ എം ഫോർഗെറ്റിംഗ് മൈസെൽഫ് ദാറ്റ് ഓക്കെ ദേ ആർ ഓൾസോ മൈ പാർട്ട്. അവരെയും കൂടെ ഞാൻ കണക്കിലെടുക്കണം, അവരുടെ വികാരങ്ങളും കൂടെ ഞാൻ കണക്കിലെടുക്കണം എന്ന് പലപ്പോഴും നമ്മൾ മറക്കാറുണ്ട് എന്നുള്ളതാണ് അതിലൊരു ദൂഷ്യവശം.